ഞാന് ഈ ഈ ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി കർത്താവ് എന്നെ 34 കൊല്ലം ഒരുക്കി. ഇറ്റ്സ് നോട്ട് 1 or 2 ഡേ, 34 years he had taken to make me sit here. പിറകെ നടക്കുന്ന എന്റെ കർത്താവിനെ കാണാൻ എനിക്ക് കാഴ്ചയില്ലായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം കൊന്ത എപ്പോഴും ഞാൻ ചൊല്ലുമായിരുന്നു. ഒരു കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഉള്ളിൽ നിന്നൊന്നും വന്നിരുന്നില്ല. ഒരു കാര്യത്തിലും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്, ഈശോ ആണ്, അങ്ങനെയൊന്നും ഒന്നുമല്ല. ഞാൻ ഒന്നുമല്ല എന്നുള്ളതാണ്. ഒന്നുമല്ല. അവിടുത്തെ എന്നോടുള്ള സ്നേഹം. എന്നെ പറ്റി ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വളരെ സ്റ്റബേൺ ആയിട്ട്, അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ ഈ കൊച്ച് എന്തിനാണ് കർത്താവെ എനിക്ക് തന്നെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ടൈപ്പിലൊരു ടൈപ്പാണ് ഞാൻ. ഇതിനെയൊക്കെ എങ്ങനെ വളർത്തിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കർത്താവെ അതൊക്കെ ഒരു കഥയാണെന്ന് എന്റെ മമ്മി പറയും. അതുപോലെ ഒരാളാണ്. പ്രാർത്ഥിക്കും എന്നുള്ളതല്ലാതെ ഒരു മേന്മയും ഗ്രോയിങ് അപ്പ് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത് ആത്മീയ അന്ധതയെ പറ്റിയാണ്. അതായത് ഇതിനകത്ത് ഉൽപ്പത്തി 27:1 ഇസഹാക്കിന് പ്രായമായ, അവന് കാഴ്ച കുറഞ്ഞു. അപ്പൊ ഈ ഒരു വചനം എന്നെ ടച്ച് ചെയ്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ ഒരു ആത്മീയ അന്ധത, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഞാനൊരു ക്രിസ്ത്യാനി. ഞാൻ പറഞ്ഞു, ഇപ്പൊ ആതിരയും നമ്മുടെ അഞ്ജലിയൊക്കെ പറയുമ്പോൾ, എന്റെ കർത്താവെ നീ എന്നോട് തന്നെ ഇതൊക്കെ വേണമായിരുന്നു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നാണം കെട്ട് ഞാനും പറയുകയാണ്. അപ്പൊ ഈ ആത്മീയ അന്ധത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയായി പറഞ്ഞു. എനിക്ക് അപ്പനും അമ്മയും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളി കുർബാന മുടങ്ങാറില്ല. അത് മുടങ്ങാൻ പാടില്ലല്ലോ, നമ്മളൊരു ക്രിസ്ത്യാനിയാണല്ലോ. അപ്പൊ ഞായറാഴ്ച പള്ളി പോകണല്ലോ, അതുകൊണ്ട് പള്ളി പോകുന്നു. അതുപോലെ വളരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് ധ്യാനത്തിന് പറഞ്ഞു വിടും. ആ ധ്യാനത്തിന് ശക്തമായി പോകും. കയ്യിലിരിപ്പ് ഇങ്ങനെയാണല്ലോ, അപ്പൊ നന്നാവുമായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കൃപ കിട്ടുന്നു, തിരിച്ചു വരുന്നു, 4 ദിവസം നന്നാവുന്നു, 5-ാമത്തെ ദിവസം പിന്നെയും ഞാൻ ലീവ. അങ്ങനെയൊന്നുള്ള രീതിയിലേക്ക് വളരെ ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനുശേഷം അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് ധ്യാനങ്ങൾ കൂടും. എന്തിന് എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. മനസ്സിലായല്ലോ, 4-ാമത്തെ ദിവസം പോവും, 5-ാമത്തെ ദിവസം പിന്നെയും ലീവാ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ വളരെ ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് സെഷൻ എടുത്തത്, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് സെഷൻ എടുത്തിട്ടുള്ളത്, ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ സെഷൻ എടുക്കുന്നത്. എന്റെ ഈ ചളി കോമഡി ഒക്കെ കേട്ട് 10 പ്രാവശ്യം ചിരിക്കാൻ അവരെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ് ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു സൺഡേ മീറ്റിംഗിൽ എനിക്ക് സെഷൻ എടുക്കുന്നത്, എനിക്ക് കിട്ടുന്നത്. അത് എന്റെ ഒരു കാര്യം കൊണ്ടുമല്ല. അപ്പൊ എന്നോട് നിങ്ങൾ ചിന്തിക്കരുത്, എന്റെ എന്തോ ഒരു കഴിവ് കണ്ടിട്ട് ആശിച്ചു പറഞ്ഞു, നീയാണ് കേട്ടോ ഇന്ന് സെഷൻ. കർത്താവ് എന്നെ ഒരുക്കുമായിരുന്നു. ഞാന് ഈ ഈ ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി കർത്താവ് എന്നെ 34 കൊല്ലം ഒരുക്കി. ഇറ്റ്സ് നോട്ട് 1 or 2 ഡേ, 34 years he had taken to make me sit here. അപ്പൊ അതിനെ ചേർന്നതിന്റെ എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയാതെ, ഈ 34 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കർത്താവിനെ അറിഞ്ഞ നിമിഷങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇസഹാക്കിൽ തുടങ്ങിയെന്ന് പറഞ്ഞ ആത്മീയ അന്ധത. കർത്താവ് പിറകെ നടക്കുന്ന എന്റെ കർത്താവിനെ കാണാൻ എനിക്ക് കാഴ്ചയില്ലായിരുന്നു. അപ്പൊ ഇതെന്തുകൊണ്ടാണ് പിറകെ നടക്കുന്ന കർത്താവിനെ കാണാൻ എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പൊ എന്റെ അനുഭവങ്ങളിൽ ഈ അത്ഭുതങ്ങൾ പെരുമഴ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും ഞാനായിരുന്നു, ഞാനെന്ന വ്യക്തിയായിരുന്നു. അല്ലാതെ എന്നിനുള്ളിൽ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ പുറകെ ഓടി നടക്കുന്ന ഈശോയെ ഒന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫാക്ട്. അപ്പോ നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാനൊരു നിഫ്റ്റിയനാണ്, അതായത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചൊരു കൊച്ചാണ്. അപ്പോ ഞാൻ എപ്പോഴും അഹങ്കാരത്തോടെ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ 8-ാം ക്ലാസ് മുതൽ തീരുമാനിച്ചു ഞാൻ ഇന്ന പ്രൊഫഷനിൽ പോകണമെന്ന്. ഞാൻ അതിനെ പരിശ്രമിച്ചു, ഞാൻ പോകുന്നു, ഓഹോ ഞാൻ അടിപൊളി എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ഈ പറയുമ്പം നിങ്ങൾ ഒരിക്കലും കരുതരുത് ഞാൻ എന്നെ പൊക്കിയടിക്കാൻ വേണ്ടി അങ്ങ് പറയുന്നതാണെന്ന്. അങ്ങനെയല്ല. ഞാൻ എന്റെ ബലഹീനതയോ ഇതൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ എന്ന വ്യക്തി എങ്ങനെ ഈ ആത്മീയ അന്ധത എത്രത്തോളം എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ അതായത് ഞാൻ പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു കാഠിന്യം പറഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടുന്ന് ചൊരിഞ്ഞ കൃപകളുടെ ഒരു ലിസ്റ്റ് തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് കാണാനുള്ള ഒരു ആത്മീയ അന്ധത
ഇത് മനസ്സിലാക്കാനുള്ളൊരു നിങ്ങൾ പറയുന്നില്ലേ രാവിലെ എണീറ്റ് ഈശോയോട് ചോദിച്ചു, ഈശോ തന്നു. ഞാനും ഞാൻ ഞാൻ പ്രാർത്ഥിക്കും, അതിനുശേഷം ഞാനത് മറക്കും. അത് കിട്ടിയാൽ ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ടല്ലേ എനിക്ക് കിട്ടി എന്നുള്ളൊരു ഇതാണ്. അപ്പൊ നിങ്ങളിലൊക്കെ പറയുന്നതിൽ നിന്നും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇതിനകത്ത് എനിക്ക് ആദ്യത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാനിത് പറഞ്ഞു വെക്കാന്ന് വെച്ചാൽ, ഞാൻ നിഫ്റ്റി പഠിക്കുന്ന സമയത്ത് വളരെ സ്ട്രഗിളിലൂടെ എനിക്ക് കിട്ടുന്നതാണ് ഒരു ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പിന് പോകുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എനിക്ക് ബൈങ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണമായിരുന്നു. ഈശോ എന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒരുക്കി. അത് കാണാനുള്ളത് എനിക്കില്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെടുമായിരുന്നു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. ഞാൻ എപ്പോഴും എന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം കൊന്ത എപ്പോഴും ഞാൻ ചൊല്ലുമായിരുന്നു. അപ്പോ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. പക്ഷെ ഒരിക്കലും കർത്താവ് ആണ് ഇതെല്ലാം തരുന്നതെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കാനുള്ള, അങ്ങനെയല്ല. നമ്മൾ പള്ളി പോകുമ്പോൾ ഒരു റാൻഡം ആയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഉള്ളിൽ നിന്നൊന്നും വന്നിരുന്നില്ല. ഒരു കാര്യത്തിലും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്, ഈശോ ആണ്, അങ്ങനെയൊന്നും വന്നിരുന്നില്ല. ഞാൻ ഈ നിഫ്റ്റിന്റെ ഈ ഇന്റേൺഷിപ്പ് എനിക്ക് ഉറപ്പാകുന്നില്ല. അപ്പൊ അത് ബോംബെയിലാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ റെഡ് സ്ട്രീറ്റ് അല്ലാതെ വേറെ ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഈ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവത്തെ പറ്റിയിട്ട്. അപ്പൊ വീട്ടില് അത്യാവശ്യം സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മി ഞാനിങ്ങനെ ഇന്റേൺഷിപ്പിന് പോകണം, പൊക്കോ എന്ന് പറഞ്ഞു. എനിക്ക് ഇന്റേൺഷിപ്പ് ശരിയായിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് ഞാൻ പോയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അപ്പോ തേർഡ് എ സിയിൽ ഞാനിങ്ങനെ ബുക്ക് ചെയ്യുന്നു. തന്നെ ബാഗൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഫുൾ സെറ്റിലാക്കി ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മൾ വിചാരിക്കണ്ടേ നീ എവിടെ പോകും, എവിടെ താമസിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഭയങ്കര ടെൻഷനിലിരിക്കുമ്പോൾ അപ്പൊ ഒരു ഫാമിലി വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഇത് അവരുടെ സീറ്റാണ്. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക്, അതിന്റെ കൂടെ 10-15 പേര് എന്നെ തന്നെ നോക്കുന്നു. അതൊക്കെ ഇങ്ങനെ കടിച്ചും പിടിച്ച് എനിക്കില്ലാത്ത ഇതൊക്കെ ഞാനിങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിവിടെ എണീക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ എണീക്കില്ല, ഞാൻ ഭയങ്കര റിബൽ ആവുന്നു, ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പൊ ടി വരുന്നു. ടി വന്നിട്ട് എന്നോട് പറയാണ്, താങ്കളുടെ ഇത് ഫസ്റ്റ് എ സിയിലേക്ക് കൺവേർട്ട് ആയെന്ന്. ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് എ സി കണ്ടിട്ടില്ല. അപ്പോ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, ഞാൻ ഭയങ്കര സംഭവം തന്നെ. വീണ്ടും ഞാൻ ഫസ്റ്റ് എ സി പോയിരിക്കുന്നു. ഫസ്റ്റ് എ സി പോയിരുന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ഈശോയെ ഇപ്പൊ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈശോ എന്നൊക്കെ വരും കേട്ടോ. അത് നമ്മുടെ നോർമലി ക്രിസ്ത്യൻ വീടുകളിൽ ചോദിച്ചാൽ ഈശോ മറിയോസപ്പൊക്കെ വരാതിരിക്കോ? അപ്പൊ അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെ എന്റെ ഈശോയെ ഇപ്പം അവിടെ ചെന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയക്കണം, എടി ഞാൻ ബോംബെയിലുണ്ട്, ഏ ഞാനിപ്പോ ബോംബെയിലാ. അവൾ എന്തിനാണ് എനിക്ക് അപ്പൊ മെസ്സേജ് അയക്കുന്നത്? എന്ത് ആവശ്യത്തിന്? അവൾക്ക് ഇത്രയധികം ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് ഈ ട്രെയിനിൽ ഇരിക്കുന്ന എനിക്ക്, അവൾക്ക് അറിയത്ത് പോലും ഞാൻ ബോംബെ വരുന്നത്, എനിക്കും അറിയത്തില്ല അവൾ അവിടെ ഉണ്ടെന്ന്. ഞാൻ ബോംബെയിലാണ്, നീ എവിടെയാ, നീ എന്നെ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ നാളെ ട്രെയിൻ അവിടെ എത്തും. അപ്പൊ അവൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇതിൽ വരാം, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യാം എന്ന് പറയുന്നു. ഈ ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കണോ, ആത്മീയ അന്ധതയുടെ ഒരു 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 അപ്പൊ എന്റെ പുറകെ നടക്കുന്ന ഈശോയെ കാണാനുള്ള ഒരു കാഴ്ച എനിക്കില്ല. എന്റെ പുറകെ നടക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ സന്തോഷമായിരിക്കാം, സങ്കടമായിരിക്കാം, ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ വളരെ പൊട്ടയായിട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പുറകെ കർത്താവ് നടപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് നിങ്ങളുടെ പുറകെ കർത്താവ് നടപ്പുണ്ട്. ആ കർത്താവിന്റെ കരം ഉണ്ടല്ലോ, ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഞാൻ പറയുന്നു, ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. എന്നിട്ട് അവിടെ വന്ന് എന്നെ ഇറക്കുന്നു, സേഫ് ആയിട്ട് എന്നെ ഒരു സ്ഥലത്ത് എത്തിക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഇന്റേൺഷിപ്പിന്റെ കാലഘട്ടം അത്രയും എനിക്ക് മാത്രമായിരുന്നു സ്റ്റൈഫൻഡ് അവിടെ ആ ഓഫീസിലായിരുന്നു. 44 ഇന്റേൺസ് ഉണ്ടായിരുന്നു. 44 ഇന്റേൺസിൽ ഐ വാസ് ഓൺലി വൺ. ഐ വാസ് നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്. മനസ്സിലായോ? ഫസ്റ്റ് PPO എനിക്കാണ് കിട്ടിയത്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന 3 മണി വരെ എന്റെ കഷ്ടപ്പാട്, എന്റെ നടപ്പിന്റെ മറ്റേത് മറിച്ചത് ഒന്നുമല്ല. ഞാൻ ഒന്നുമല്ല എന്നുള്ളതാണ്. ഒന്നുമല്ല. അവിടുത്തെ എന്നോടുള്ള സ്നേഹം. ഇതിനകത്ത് നിങ്ങളോട് പറയണ ഞാൻ ഇസഹാക്കി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആത്മീയ അന്ധത എന്ന് പറയുന്നത്, അബ്രാഹത്തെ വിളിച്ച് ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു പുത്രനെ കൊടുത്ത് ആ പുത്രൻ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് അവൻ പ്രായമായപ്പോ അവന് ആത്മീയ അന്ധത. എനിക്ക് പ്രായമാവേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ജനിച്ചപ്പോൾ മുതൽ ആത്മീയ അന്ധതയായിരുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പം നിങ്ങളെയൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഈ അന്ധത എന്ന് പറഞ്ഞൊരു അതായത് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ സെഷനൊക്കെ എടുക്കാന്ന് പറയുന്ന ഒരു യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഇപ്പം ഞാനിപ്പോ എങ്ങനെ മാറി എന്നുള്ളതിനകത്ത് ഈ പകുതി മുക്കാൽ കാര്യം നിങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. എനിക്കൊരു വലിയ തീച്ചൂള വരികയാണ് മുമ്പിലേക്ക്.
മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ തട്ടിമുട്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്റെ മുന്നിലേക്ക് ഒരു തീച്ചൂള വരികയാണ്. ഈ തീച്ചൂള വരുന്ന സമയത്ത് എന്നോട് ഇന്നലെ എന്റെ സഹോദരി ചോദിക്കുകയാണ്, നീ എങ്ങനെ ഈ ഡിപ്രഷനിൽ പോകാതിരുന്നു എന്ന്. അപ്പൊ അപ്പൊ ഞാൻ എങ്ങനെ ഞാൻ ഡിപ്രഷനിൽ പോകാതിരുന്നു? എങ്ങനെ പോകാതിരുന്നു? ഈ തീച്ചൂളയിലേക്ക് കൈ പിടിച്ച് നടക്കാൻ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ടും ഈ തീച്ചൂളയ്ക്ക് അപ്പുറം ഞാൻ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആ എന്നെയും ആ എന്നെയാണ് കർത്താവിന് വേണ്ടത്. അല്ലാതെ ഈ തീച്ചൂളിക്ക് മുമ്പിൽ ഇരുന്ന് കരയുന്ന എന്നെയല്ല കർത്താവിന് വേണ്ടത്. ആ തീച്ചൂളയിലേക്ക് കടന്ന് കർത്താവിന്റെ കരം പിടിച്ച് അതിലേക്ക് ഓരോ നിമിഷവും കടന്നു പോകുന്ന സമയത്തുള്ള എന്നെയാണ് കർത്താവിന് വേണ്ടത്. ഇപ്പൊ കടന്നു പോകുന്ന ഈ തീച്ചൂള എന്റെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല. എന്ത് വ്യത്യാസമാണെന്ന് എനിക്കത് മനസ്സിലായി. കർത്താവിന് വേണ്ടത് അതിന് ശേഷമുള്ള എന്നെയാണ്. അതിലേക്ക് കടന്നു പോയി കഴിഞ്ഞിട്ടുള്ള മാറ്റമുള്ള എന്നെയാണ് എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. എന്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള ഒരാള് ഞാനല്ല. അവിടുത്തെ അറിയുന്ന ഒരാളെയാണ് അവിടുത്തെ ആവശ്യം. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയിലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. 1 കൊരിന്ത്യസ് 15:10. അപ്പൊ ഞാൻ പുറത്ത് വന്ന ഒരാളെയാണ് കർത്താവിന് ആവശ്യം. അതിനു വേണ്ടി കർത്താവ്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു മേന്മയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ US പോളോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ബൈങ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അവിടുന്ന് നീ നനച്ചേക്കും, ഞാൻ അവിടുന്ന് ആത്മീയ അന്ധതയുള്ള എന്നെ കർത്താവ് ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ അവിടുത്തെ ചിരിഞ്ഞു ചോദിച്ചു, കർത്താവെ നിനക്ക് ഇപ്പൊ എന്റെ ഒരു വിവാഹത്തെ പറ്റിയൊക്കെ ഒരു സെഷൻ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് ഒരു മണിക്കൂർ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി ഒരു നല്ല ജീവിത പങ്കാളി ഒരുക്കി വെച്ചു. ഇതൊന്നും ഞാൻ അവിടുത്തെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞാൻ കർത്താവിനെ സ്നേഹിച്ചിട്ടല്ല. കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം. ഞാൻ അവിടുത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല. ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഒരിക്കലും ഞാൻ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല. അവിടുന്ന് എന്നെ അത്യധികമായി സ്നേഹിച്ചത് കൊണ്ടും അവിടുത്തെ കരത്തിന്റെ ഉള്ളിൽ എന്റെ പേരുള്ളത് കൊണ്ടും മാത്രമാണ്. ദാറ്റ് ഈസ് ഓൺലി റീസൺ ഐ ആം ഹിയർ. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് ഒട്ടും പ്രിപ്പയർ ആയിട്ട് അല്ലാതെ ഇരിക്കുന്ന ഒരു സെഷനാണിത്. ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിട്ടില്ല. കാരണം പറയാനുള്ളതെല്ലാം 25 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്നാ പറയാനാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോഴും അത് അപ്പോ എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ഈ തീച്ചുള്ളിയിലൊക്കെ കടന്നു പോകുമ്പോഴല്ലോ കർത്താവിന്റെ കാര്യം അവിടുന്ന് എന്നെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് മാറ്റിയത് ഈ ഒരു ഞാൻ തീച്ചുള്ളിയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പല ധ്യാനത്തിന് പോകും 4 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ നീവയാകും എന്ന് പറഞ്ഞാൽ നീവ എന്ന് പറയുന്നത് ഒരു വളരെ മോശമായിട്ടുള്ള, അതായത് കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പൊ പക്ഷേ അവിടുന്ന് എല്ലാ അവസരങ്ങളിലും ഞാൻ തെന്നി വീഴുന്ന സമയത്ത്, ഞാൻ നിലവിളിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് ആൾക്കാരെ നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു കൈ പിടിക്കാൻ ഞാൻ കരഞ്ഞ് നിലവിളിച്ചിറങ്ങി വരുന്ന എന്റെ കുർബാനയുടെ പുറത്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്റെ മുന്നിൽ വന്നു നിന്ന് എന്നാ മോനെ പറ്റിയേ എന്ന് ചോദിച്ച് എനിക്ക് അനുഗ്രഹം തരാനും എനിക്ക് വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനും കർത്താവ് അവരെ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ഈ വിലയില്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു അഹങ്കാരിയായ അസൂയുള്ള ഒരാളുടെ ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് വേണ്ടി കർത്താവ് ആൾക്കാരെ ചുറ്റും നിർത്തിവെച്ചു. ഇപ്പോഴും ഈ തീച്ചൂളയായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നിനക്ക് എന്ത് പറ്റും, നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ ഒരു സൈന്യം തന്നെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എന്റെ യോഗ്യതയാലല്ല, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം. ഇപ്പോഴും ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അവിടുന്ന് ആരെങ്കിലും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആരെങ്കിലും വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ആത്മീയ അന്ധതയിൽ നിന്ന് കണ്ണുകൾ തുറക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ കാണുക. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അവർ നിങ്ങൾക്കുള്ള തീച്ചുളിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സമാധാനത്തിന്റെ വ്യക്തികളാകാം. അവര് നിങ്ങൾക്കുള്ള തീച്ചുളിയാണെങ്കിൽ സന്തോഷത്തോടെ അതിലൂടെ കടന്നു പോവുക. നിങ്ങളെ അവര് സമാധാനിപ്പിക്കേണ്ട, അവരെ ചേർത്ത് പിടിക്കുക. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ആ ആത്മീയ, അതായത് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ കാണാതെ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും? കർത്താവ് പറയാണ്. അതുപോലെ തന്നെ അപ്പൊ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സ്നേഹവുമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്.
അപ്പൊ ഞാൻ ഈ ഇപ്പൊ സംസാരിക്കുമ്പോഴും എന്റെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ദുഃഖങ്ങളുണ്ട്. ഇതൊന്നും ആയിരിക്കരുത് എന്റെ ക്രൈറ്റീരിയ ടു ലവ് ഹിം. ഞാൻ എന്ത് തന്നെ ആയിരുന്നാലും, ഞാൻ എങ്ങനെ തന്നെ ആയിരുന്നാലും, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുത്തെ കൃപയുടെ കീഴേ നിങ്ങൾ വിനയാനിതനായി നിൽക്കുക. തക്ക സമയത്ത് കർത്താവ് ഉയർത്തിക്കൊള്ളും. എന്നെ ഇവിടെ ഇരുത്താൻ 34 കൊല്ലം എടുത്തു. ഞാൻ ജനിച്ച ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരെ എന്നെ ഇവിടെ ഇരുത്താൻ കർത്താവ് 34 കൊല്ലം എടുത്തു. കാരണം പറഞ്ഞാ കേക്കണ്ടേ? ചെറുത് വലുതുമാണോ? പറഞ്ഞാ കേക്കണ്ടേ? ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ഉള്ളിലെ പരിശുദ്ധാത്മാവ് നീ അത് ചെയ്യുമെന്ന് പറയുമ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവ് അറിയാം നീ ഇങ്ങനെ ചെയ്യ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എന്നാ മറ്റവൻ പറയുമ്പോണ്ടല്ലോ വളരെ ശക്തമാണ്. ഇത് കേൾക്കണ്ടാത്ത ബാധി 10 റീൽസും കണ്ട് അവിടെ കിടക്കും. ബൈബിള് വായിക്കാൻ പറഞ്ഞ 3 തോട്ടിനെ അങ്ങോട്ട് എടുത്തു കളയും. ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ നന്നായത്. ഈ വളരെ പയ്യെ പറയുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ. അവിടുന്ന് വളരെ പയ്യെ പറയുള്ളൂ, നീ എണീറ്റ് മതി നിർത്തിക്കുകയോ പ്രാർത്ഥിച്ചോ. ആ ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങൾ എണീറ്റ് പൊക്കോണം. പരിശുദ്ധാത്മാവ് ഭയങ്കര സംഭവം അല്ലേ? പരിശുദ്ധാത്മാവ് എന്റെ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ സൈഡിലും മുമ്പിലും പുറകിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ടെന്ന്? അല്ലെങ്കിൽ ദൈവം നിന്റെ ഹൃദയം അറിയുന്നുണ്ടെന്ന്, കേൾക്കുന്നുണ്ടെന്ന്, നീ ചിന്തിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, അവിടുന്ന് കാണുന്നുണ്ട്, അവിടുന്ന് കേൾക്കുന്നുണ്ട്, അവിടുന്ന് കൂടെ നടക്കുന്നുണ്ട്. പുറകെ നടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ മാറ്റം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ, പലരും പറഞ്ഞ പോലെ എന്റെ മാറ്റം മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നുണ്ട്. എന്റെ മാറ്റം മനസ്സിലാക്കാൻ എന്റെ ഹസ്ബൻഡിന് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് പറയാം. മര്യാദയ്ക്ക് നന്നായിട്ട് നടന്നാക്ക മനുഷ്യനെ ഒരു ദിവസവും പള്ളി വിടാണ്ട്, ഇല്ല മുത്തേ നമുക്ക് കുറച്ചു നേരം കൂടെ കിടക്കാം എന്ന് പറഞ്ഞ പിശാചിന്റെ സന്തതിയാണ് ഞാൻ. ആ പുള്ളി മര്യാദയ്ക്ക് എല്ലാ ദിവസവും പള്ളി പോവും, ശനിയാഴ്ച പള്ളി പോവും, ഞായറാഴ്ച പള്ളി പോവും. എന്നെ സംബന്ധിച്ചോളം ഞായറാഴ്ച പള്ളി പോക്ക് മാത്രം. പിന്നെ കുറച്ച് കൊന്ത ചൊല്ലണം. അല്ലാതെ അങ്ങനെയുള്ള ഈ അത്ര വലിയ വിശുദ്ധിയൊന്നും ഞാനാണെന്ന് ഞാൻ ഭാവിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് എന്റെ ജീവിതം ക്രമപ്പെടുത്തി. നോൺ ഡിസിപ്ലിൻ ആയിട്ടുള്ള എന്നെ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഒരു വ്യക്തിയാക്കി. ഇന്നത്തെ ദിവസം 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ആൾത്താരയുടെ മുമ്പിൽ നീവയുണ്ട്. അതിനുശേഷം 1 മണിക്കൂർ നേരം കർത്താവിന്റെ മുമ്പിൽ ചുമ്മാ പോയിരിക്കും. എനിക്ക് ഈ അവസരം കിട്ടിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ അവസരം കിട്ടിയത് എന്റെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചതിന്റെ പേരിൽ കർത്താവ് തന്ന ഒരു അവസരമാണിത്. 34 കൊല്ലത്തിന് ശേഷം നിങ്ങളോട് പറയാനുള്ള എന്റെ ജീവിതത്തിന് വേണ്ടി കർത്താവ് വെച്ചിരുന്ന ഒരു അവസരം. ഇത് അധികം നാളായിട്ടില്ല. അവിടുന്ന് എന്റെ ജീവിതം ക്രമപ്പെടുത്തിയിട്ട് അധികം നാളായിട്ടില്ല. തീച്ചൂള കരിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ കടന്നു പോകുന്നുള്ളൂ. പക്ഷെ അവിടത്തേക്ക് അറിയണം ഞാൻ അവിടുത്തെ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത്. തളരും, സങ്കടം വരും, വിഷമം വരും. പക്ഷെ ആ ആൾത്താരുടെ മുന്നിൽ 1 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത്, ഈ വിഷമം വരുന്ന സമയത്ത്, ആ സെക്കൻഡ് ആൾത്താരുടെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എന്റെ മനസ്സിൽ വിഷമമില്ല. ഇറ്റ് ഈസ് ലൈക്ക് എവറി ഡേ കൗൺസിലിംഗ്. യു ഗോ ഇൻ, യു സേ യുവർ പ്രോബ്ലം, വെൻ യു കം ഔട്ട് ഇറ്റ്സ് ഗോൺ. ഇറ്റ്സ് എ ഫ്രഷ് സ്ലേറ്റ് അഗെയിൻ. അങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ല. ആ അനുഭവത്തിന് വേണ്ടി മാത്രം ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ മുന്നിൽ പോയിരിക്കും. അതായത് ഉള്ളിൽ നിന്ന് വരാതെ. എന്താണ് കൃപ? ആക്ച്വലി എന്താണ് കൃപ? ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഉള്ളിലെ എന്റെ കർത്താവിനെ മനസ്സിലാക്കുന്നതാണ് കൃപ. അവിടുന്ന് എന്നോട് സംസാരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നതാണ് കൃപ. അവിടുന്ന് എനിക്ക് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ കാണാൻ പറ്റുന്നതാണ് കൃപ. അവിടുന്ന് എന്നോട് ആയിരിക്കുന്നുള്ള വിശ്വാസമാണ് കൃപ. അവിടുന്ന് എനിക്ക് ഒരു മോശവും സംഭവിപ്പിക്കില്ല എന്നുള്ള പ്രത്യാശയാണ് കൃപ. അവിടുന്ന് ഇതെങ്ങനെ പറയുന്നെന്ന് എനിക്കും അറിയത്തില്ല. ഈ പറഞ്ഞ 4 സെന്റൻസ് എവിടെ നിന്ന് വന്നെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം അവിടുന്ന് ആരിലൂടെ വേണമെങ്കിലും സംസാരിക്കാം. ഈ പൊട്ടിയായ എംറ്റി വെസലിലൂടെ സംസാരിക്കാം. ഈ അഹങ്കാരിയായിട്ടുള്ള ഒരു തരത്തിലും അവിടുത്തെ സ്നേഹിക്കാത്ത എന്നിലൂടെ പരിശുദ്ധാത്മാവിന് സംസാരിക്കാം. അവിടുന്ന് എന്റെ യോഗ്യതയല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പാണ്. മോശ എന്തിനു തെരഞ്ഞെടുത്തു? വിക്കനായ മോശ എന്തിനു തെരഞ്ഞെടുത്തു? അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. കാരണം ഞാനായിട്ട് കർത്താവിന് ഒരു തരത്തിലും
നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് ചിന്തിക്കണം. ഇപ്പോഴും ഒരു കടലിന്റെ മുന്നിൽ, ദൈവകൃപയാകുന്ന കടലിന്റെ ഉള്ളിൽ നീന്തി കളിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ചുമ്മാ തീരത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു കൊച്ചാണ് ഞാൻ. വളരെ ചെറിയൊരു കുഞ്ഞ്. ആ കുഞ്ഞിന് ചില സമയത്ത് ഇങ്ങനെ കാലുകളിൽ വന്ന് ഈ തിരമാല അടിക്കും, ദൈവകൃപ മനസ്സിലാവും. ഇത് തിരമാല തിരിച്ചു പോവും, അനുഭവം. കാരണം ചില സമയത്ത് നമ്മുടെ ഈ കടലിന്റെ അറ്റത്ത് പോലും അല്ല, വേറെ എങ്ങാണ്ട് നിന്ന് കടലിൽ നോക്കി കാണാം, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്, എല്ലാരും കളിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ ഈ നന്മമരം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളെ പോലെയുള്ള അധികം ആൾക്കാരെ കണ്ടുമുട്ടാൻ ഞാൻ പറഞ്ഞിട്ടുള്ള എപ്പോഴും കണ്ടിട്ടുണ്ട്, ഇവർക്കൊക്കെ എവിടുന്നാണ് കർത്താവ് ഇത്രയും വിനയം വരുന്നത്, ഇത്രയും അതിന്റെ കൂടെ ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ തല എന്റെ ബോഡി എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഞാനൊരു മേന്മയും പറയുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ബോസിന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സെന്റൻസിലുള്ള ഒരു വേർഡിനെ വെച്ച് അവരെന്നെ കളിയാക്കി. അപ്പോ എന്നെയൊക്കെ ആരെങ്കിലും കളിയാക്കിയൽ മോനെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ എന്റെ ടീം അംഗങ്ങളിലായുള്ള 5 പേരുടെ മുമ്പിൽ വെച്ച് ഇവരെ ഞാൻ അവിടെ പറഞ്ഞിരുത്തി ഞാൻ അതിന് തിരിച്ചു മറുപടി പറഞ്ഞു. എന്നിട്ട് ഞാൻ മ്യൂസിക് വിട്ട് പുറത്തേക്ക് വരികയാണ്. സംഭവം ഞാൻ എന്നെ പറയുന്നു എന്നുള്ള രീതിയിൽ. അവര് എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ എന്റെ കർത്താവിനെ പ്രതി ക്ഷമിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ അവര് എന്നെ ഒരു കാര്യത്തിന് വിളിക്കാതിരിക്കുമ്പോൾ ഞാൻ നാണം കെടേണ്ടി വരുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറയുന്ന എന്നെയാണ് കർത്താവിന് ആവശ്യം. അല്ലാതെ ഈ മ്യൂസിക് ഇട്ട് 2 ബീജിയം അടിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതാണ് എന്റെ സമാധാനം, അവരോട് 2 പറഞ്ഞിട്ട് എനിക്ക് സമാധാനം ഇല്ല എന്നുള്ള എന്നെയല്ല കർത്താവിന് ആവശ്യം. പക്ഷെ അത് പറയാതിരിക്കാനുള്ള എന്റെ ബുദ്ധിമുട്ട് കർത്താവ് കണ്ടു, എടുത്തു. അവിടുത്തെ എന്റെ സ്നേഹം അവിടുന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന്, അതായത് ഞാൻ പേപ്പർ ഇട്ടപ്പോൾ ഞാൻ ഇവരോടായിട്ട് 1-on-1 നടന്ന സമയത്ത് ഞാൻ ഇവരെ പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതിനുശേഷം പക്ഷെ ഞാൻ ചെയ്ത കാര്യത്തെ പറ്റിയുള്ള കുറ്റബോധം എനിക്ക് വന്നത്, വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്ത് ഞാൻ മാതാവിൽ അടിച്ചതുമായി ഞാനൊരു നല്ല കുമ്പസാരം നടത്തിയപ്പോഴാണ്, ദൈവകൃപയാലാണ് ഞാൻ അന്ന് ചെയ്ത് തെറ്റാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നത്. അത് കാണാനുള്ളതാണ് കൃപ. നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും കാണാനുള്ളതാണ് കൃപ. ഞാൻ അവരുടെ അടുത്ത് പോയി, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഞാൻ അവരുടെ പാരലായപ്പോഴേക്കും അവരുടെ അടുത്ത് പോയി പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരെ വിളിച്ച്, അവരൊരു മുസ്ലിം വ്യക്തിയാണ്, അപ്പൊ അവരുടെ അടുത്ത് പോയി ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. ഞാൻ അന്ന് ചെയ്തത് തെറ്റായി പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല നിങ്ങളോട് ഇത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്ന ആത്മീയ അന്ധതയിൽ നിന്ന് കുറച്ച് കുറച്ച് എന്ന് പറയുന്ന വളരെ ചെറിയൊരു കുറച്ച് ഞാൻ മാറിയപ്പോൾ മാത്രമാണ് എനിക്ക് അവിടുത്തെ കാണാൻ പറ്റിയത്. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് പറ്റുന്നുണ്ടോ, നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ അതാണ് കൃപ. അപ്പൊ ഞാൻ ഇങ്ങനെ എന്നാൽ അവിടുന്ന് എന്നോട് അളിച്ചു ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഞാൻ ഇവിടെ ഇന്ന് ചെയ്തത് അതാണ്. ആക്ച്വലി ഇന്ന് എന്റെ ബലഹീനത ഞാൻ പ്രശംസിക്കും. കാരണം എന്റെ ബലഹീനതയിലാണ് അവിടുത്തെ കൃപ കാണേണ്ടത്. എന്നെയല്ല നിങ്ങൾ കാണേണ്ടത്, എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, മെസ്സലായിട്ടുള്ള ഇത്രയും അധികം പോരായ്മകളുള്ള എന്നിലൂടെ എന്റെ കർത്താവ് പ്രവർത്തിക്കുന്നു. അപ്പോ ഇന്നത്തെ കുർബാനയിലുള്ള ബൈബിൾ പോർഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പള്ളിയിരിക്കുമ്പം ഭയങ്കര അധികം എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ് ആ ഒരു സെന്റൻസ്. അതായത് യോഹന്നാൻ 21:15 അവര് പ്രഭാതം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ ശിമ്യോൻ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോ അവിടെ കർത്താവ് ആ ചോദ്യമില്ലേ, ശിമ്യോൻ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ 3-മത്തെ തവണ കർത്താവ് ചോദിക്കുമ്പോ അവൻ മനസ്സിൽ വിചാരിക്കുന്നു, കർത്താവെ നീ അറിയുന്നല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. പക്ഷേ കർത്താവ് അവിടെ ചെയ്യുന്നത് അവനെ ചോദ്യം ചെയ്യലാണോ?
അവന്റെ മനസ്സിൽ നടന്നുള്ള മുറിവിനെ ഹീലിംഗ് ആണ് കർത്താവ് ചെയ്യുന്നത്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിന്റെ ഹൃദയത്തിലുള്ള മുറിവിനെയാണ് കർത്താവ് ഹീൽ ചെയ്തത്. 3 പ്രാവശ്യം ചോദിച്ചപ്പം എന്റെ മുറിവുകളെയാണ് കർത്താവ് ഹീൽ ചെയ്യുന്നത്. അവിടുന്ന് എന്നെ ചോദ്യം ചെയ്യുകയല്ല, എനിക്കുണ്ടായിട്ടുള്ള മുറിവുകളെയാണ് കർത്താവ് ഹീൽ ചെയ്തത്. ഈ മുറിവുകൾ കാരണം എനിക്ക് കർത്താവിനെ കാണാൻ കഴിയാതെ വരുമ്പോൾ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ച് പറയുന്നത്, ശിമയോൻ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇതോടെ എന്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു കേട്ടോ. നന്ദി. ഈ പ്രൈസ് ദി ലോർഡ്.